മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാളിൻ്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. എങ്ങനെയാണ് കോൺഗ്രസ് ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത്, ശ്രീ രമേശ് ചെന്നിത്തല? ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു കറുത്ത അധ്യായമാണിത്. കേജ്രിവാളിനെ പോലെ ജനസമ്മതിയുള്ള ഒരു നേതാവിനെ ഒരു ലാഘവ ബുദ്ധിയോടുകൂടി അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ജയിലിലടയ്ക്കാനുള്ള നീക്കം ജനാധിപത്യത്തിൽ കേട്ടുകേഴ്വിയില്ലാത്തതാണ്. തന്നെയുമല്ല, ഇത് ഇന്ത്യയിൽ ഇന്ന് നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്നവരെ മുഴുവൻ ജയിലിലടയ്ക്കുകയാണ്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുടെ പേരിൽ, അതും വളരെ ചെറിയ ഒരു കേസിന്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിലടച്ചു. ഇപ്പോൾ കേജ്രിവാളിനെ ജയിലിലടയ്ക്കുന്നു. ഇന്ത്യ മുന്നണിയിൽപ്പെട്ട 2 മുഖ്യമന്ത്രിമാരെയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. എന്നിട്ട് ജാർഖണ്ഡിലെ ഗവൺമെന്റ് അട്ടിമറിക്കാൻ നോക്കി. ഗവൺമെന്റ് ഭൂരിപക്ഷമുള്ള MLA-മാരെ കൊണ്ട് എന്നിട്ട് ഗവർണർ 2 ദിവസം എടുത്തു സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ. ഇവിടെയും ഡൽഹി ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ നോക്കുകയാണ്. ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നാളെ വീണ്ടും നരേന്ദ്രമോദി വന്നാൽ ഈ രാജ്യത്ത് പുടിന്റെ ഭരണമായിരിക്കും, റഷ്യയിലെ ഭരണമായിരിക്കും ഇവിടെ ഉണ്ടാകാൻ നോക്കൂ ശ്രീ രമേശ് ചെന്നിത്തല, താങ്കൾ മഹാരാഷ്ട്രയുടെ ചുമതലക്കാരനായിട്ടുള്ള AICCയുടെ ഇപ്പോഴത്തെ പ്രവർത്തക സമിതി അംഗമാണ്. മഹാരാഷ്ട്രയിൽ വലിയ നിലയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മൾ ഭാരത് ജോഡോ ന്യായയാത്രയുടെ സമാപന സമ്മേളനത്തിൽ കണ്ടതാണ്. ബീഹാറിലും സമാനമായ രീതിയിൽ വലിയ രീതിയിൽ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ തേജസ്വി യാദവിനും അവിടുത്തെ മഹാഗഠബന്ധനും സാധിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് രാജ്യവ്യാപകമായി ഇന്ത്യ മുന്നണി എങ്ങനെയാണ് രാഷ്ട്രീയമായ സേവിംഗ് ആക്കി മാറ്റുക? പ്രക്ഷോഭത്തിന് ഇറങ്ങാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എല്ലാ സംസ്ഥാനത്തും പ്രകടനങ്ങളും പരിപാടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പോൾ AICC ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. അതനുസരിച്ച് എല്ലാവരും പത്രസമ്മേളനങ്ങൾ നടത്താനും കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാനും അതുപോലെ തന്നെ പ്രകടനങ്ങളും പരിപാടികളും നടത്താനും ഇന്ത്യ മുന്നണി നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് കോഴിക്കോട് രാവിലെ 9 മണിക്ക് വളരെ വിശദമായി തന്നെ ഇക്കാര്യം പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞതാണ്. അങ്ങനെ എല്ലാ നേതാക്കളും 11:30 മണിക്ക് പ്രതിപക്ഷ നേതാവുണ്ട്, KPC പ്രസിഡന്റ് ചാർജ് വയ്ക്കുന്ന MMS തിരുവനന്തപുരത്തുണ്ട്. എല്ലായിടത്തും ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. കോൺഗ്രസും പ്രത്യക്ഷ പരിപാടികളുമായി മുന്നോട്ട് നീങ്ങുന്നു എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഇപ്പോൾ അഡ്വക്കേറ്റ്